ബിഷപ്പിനെതിരെ രേണുസുതി. ഈ സ്ഥലം തിരിച്ചെടുക്കാനായിട്ട് ബിഷപ്പ് ലീഗലായിട്ട് മുന്നോട്ട് നീങ്ങിയായിരുന്നല്ലോ. അപ്പൊ അതിനെതിരെ രേണുസുതി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു വക്കീലിനെയൊക്കെ കണ്ട് ബിഷപ്പിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു മാറ്റർ, അതാണ് മക്കളെ നമ്മളെ അതിശയിപ്പിക്കുന്നത്. രേണുസുതി ബിഷപ്പിനെ ഒന്നും പറഞ്ഞിട്ടില്ല. ബിഷപ്പിന്റെ ശല്യം സഹിക്കാനാവാതെയാണ് രേണുസുതി ഈ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിരന്തരം ഇവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പ് രേണുസുതിയെ. അതായത് സ്വന്തം സ്ഥലം, സ്വന്തം കുടുംബത്തിലെ, നമ്മൾ പറഞ്ഞു മടുത്തു ഈ ഒരു വിഷയം. സ്വന്തം കുടുംബത്തിലെ സ്ഥലം, 7 സെന്റ് സ്ഥലം, ലക്ഷങ്ങൾ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം കൊടുത്ത് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു വിധവയ്ക്കും 2 കുഞ്ഞുങ്ങൾക്കും താമസിക്കാൻ വേണ്ടി എഴുതി ഇഷ്ടദാനം കൊടുത്ത ബിഷപ്പ് ഇവരെ നിരന്തരം ദ്രോഹിക്കുന്നു എന്ന് കാണിച്ചിട്ടാണ് ഇവർ ഈ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ബിഷപ്പ് വക്കീൽ നോട്ടീസ് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 7 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 7 ദിവസത്തിനുള്ളിൽ ഈ രേണുസുതിക്ക് ബിഷപ്പിനോട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവരിട്ടിരുന്ന ബിഷപ്പിനെതിരായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസും ഈ ഒരു വിഷയവും അവിടെ ഇല്ലാതാകും എന്ന് പ്രത്യേകം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാതെ ഇവർ വേറൊരു വക്കീലിനെ കണ്ട് ബിഷപ്പിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഏത്? പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയിരിക്കുകയാണ്. ഇപ്പൊ ആ മനുഷ്യൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും ഒരു മാർഗം, അത് പ്രോബ്ലം ആകാതിരിക്കാനുള്ള ഒരു മാർഗം അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വെറും നിസ്സാരം ഒരു മാപ്പ് പറയാൻ, നമ്മളെ സഹായിച്ച ഒരാളെ ബിഷപ്പാമ്പെന്നൊക്കെ വിളിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ അവഹേളിക്കുകയും ചെയ്തതിനാൽ ഒരു മാപ്പ് അദ്ദേഹത്തോട് പറയുകയും ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വിഷയം അവിടെ തീർന്നു. പിന്നെ അങ്ങനെ ഒരു കേസോ ആ വസ്തു തിരിച്ചെടുക്കലോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ഇവര് മറ്റൊരു വക്കീലിനെ കണ്ട് അച്ഛനെതിരെ ഇവര് കേസ് കൊടുത്തിരിക്കുകയാണ്. അതായത് അച്ഛന്റെ ദ്രോഹം സഹിക്കാൻ വയ്യ. ഈ നടിക്ക് അച്ഛന്റെ ദ്രോഹം സഹിക്കാൻ വയ്യ. അങ്ങനെ സഹിക്കാൻ വയ്യെന്നുണ്ടെങ്കിൽ ആ സ്ഥലം തിരിച്ചു കൊടുത്തിട്ട് അങ്ങ് പോയി വേറെ എവിടെങ്കിലും പോയി താമസിച്ചാ പോരെ. അതൊക്കെ പോട്ടെ, ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ബിന്ദു അമ്മിണി. ആരും മറന്നിട്ടുണ്ടാകത്തില്ല. മലയാളികൾ ആരും മറക്കാത്ത ഒരു പ്രതിഭയാണ് ഈ ഒരു ബിന്ദു അമ്മിണി. ശബരിമലയിലെ ആചാരങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് അവിടെ കടന്നു കയറാൻ ശ്രമിച്ച വനിത ബിന്ദു അമ്മിണി. അവർ നിമിത്തം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ശബരിമല നമുക്കൊക്കെ അറിയാം, ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റത്തില്ല. അവിടെ പുരുഷന്മാർക്ക് മാത്രമേ കയറാനായിട്ട് അവിടുത്തെ ആചാരം അനുവദിക്കുന്നുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ശബരിമലയിലേക്ക് കയറിയേ അടങ്ങൂ എന്ന് അങ്ങനെ ശപഥം ചെയ്ത് ശബരിമലയിലേക്ക് കയറാനായിട്ട് കച്ചകെട്ടി ഇറങ്ങി വന്ന ഒരു സ്ത്രീയാണ് ഈ ബിന്ദു അമ്മിണി. അപ്പൊ ആ ബിന്ദു അമ്മിണിയാണ് ഇപ്പൊ രേണുസുതിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീല്. ആ വീട്ടിൽ താമസിക്കുന്ന മറ്റാൾക്കാരുണ്ടെങ്കിലോ, ഈ രേണുസുതിക്ക് ബുദ്ധിയില്ലെങ്കിൽ, ഈ കാണിക്കുന്നതൊക്കെ വിവരക്കേടാണെങ്കിൽ, ആ വീട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, അച്ഛനായിട്ടും അമ്മയായിട്ടും ചേച്ചിയായിട്ടും ചേട്ടനായിട്ടും ഒക്കെ കുറച്ച് ആൾക്കാരും ആ വീട്ടിൽ കയറി താമസിക്കുന്നുണ്ടല്ലോ, അവർക്കെങ്കിലും കുറച്ച് ഉളുപ്പ് കാണിച്ചൂടെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാതെ ഒരു മാപ്പിൽ തീരേണ്ട ഒരു പ്രശ്നം അത് കോടതിയിലേക്ക് വലിച്ചടിച്ചേ കൊണ്ടുപോകൂ എന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രേണുസുതി എന്താണ് ഉദ്ദേശിച്ചത്? ആൾക്കാരുടെ സഹതാപം കിട്ടുമെന്നോ, സിമ്പതി കിട്ടുമെന്നോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഒരു കുടില ബുദ്ധി ഇതിനകത്ത് ഉണ്ട്. കാരണം ഈ അച്ഛൻ കൊടുത്ത വസ്തു തിരിച്ചു പിടിക്കാൻ പോകുന്നു, അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. അത് വരുമ്പോഴത്തേക്ക് ഈ ജനങ്ങളെല്ലാം ഒന്ന് സിമ്പതി വരും, സഹതാപം കാണിക്കും. സിമ്പതിക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. വീണ്ടും ഇവർ ഉദ്ദേശിച്ച പോലെ തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും, ഒരിക്കലും മാഞ്ഞു പോകാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. അത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. അതോ അഹങ്കാരമാണോ? ആ വസ്തു പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പം ദുബായിലൊക്കെ പോയി ഒരുപാട് കാശുണ്ടാക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് ഷൂട്ടുകളും തിരക്കുകളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്, അതുപോലെ പുഷ്പം പോലെ 10 വീട് എനിക്ക് ഉണ്ടാക്കാം. അല്ല, ഈ വക്കീൽ നോട്ടീസ് അയച്ച ഈ ബിന്ദു അമ്മിണി അഡ്വക്കേറ്റ് ആണല്ലോ. അപ്പൊ അറിയത്തില്ലേ ഈ മുദ്രപത്രത്തിൽ വെച്ചിരിക്കുന്ന ആ നിബന്ധനകൾ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട് പ്രത്യേകം. 15 വർഷത്തിനുള്ളിൽ ഇവരിൽ നിന്നും ബിഷപ്പിന് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലാതെയോ ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ ഈ വസ്തു തിരിച്ചു പിടിക്കാനുള്ള പൂർണ്ണ അവകാശവും ബിഷപ്പിന് ഉണ്ടായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഒരു എഗ്രിമെന്റിൽ ഉണ്ട്. അതൊന്നും വായിക്കാതെയാണോ ഈ ബിന്ദു അമ്മിണി ഇത്രയും വലിയ നോട്ടീസ് ബിഷപ്പിന് അയച്ചത്? നമ്മളൊക്കെ എന്താ ചെയ്യുന്ന? ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് കോടതിയിൽ എത്താതെ അത് പുറത്ത് തന്നെ ഒത്തുതീർപ്പാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊണ്ട് ചെന്നാലും അങ്ങനെ തന്നെയാണ്. പോലീസുകാർ കൂടുതലും നമ്മളെ സംസാരിച്ച് 2 ഭാഗക്കാരെയും സംസാരിച്ച് ആ ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ മാക്സിമം അവർ നോക്കും.
പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ അത് കോടതിയിലേക്ക് വിടത്തുള്ളൂ. കോടതിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഉപ്പാപ്പക്കളിയൊന്നുമല്ല, ഒരുപാട് കാശിറങ്ങും, ഒരുപാട് സമയം പോകും. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകളുമാണ് ഈ കോടതിയിലേക്ക് നമ്മൾ ഒഴുക്കി കളയുന്നത്. അപ്പോൾ 3 കോടി രൂപയാണ് നഷ്ടപരിഹാരം ബിഷപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകാനായിട്ടുള്ള പ്രധാന കാരണം രേണുസുതിയാണ്. നിസ്സാരമായിട്ട് തീർക്കാവുന്ന ഒരു വിഷയം അത് തീർക്കാതെ ഇത്രയും വലിച്ചു നീട്ടി വലുതാക്കി വീണ്ടും ഒരു വക്കീൽ നോട്ടീസ് എതിരെ അയച്ചു, എതിർകക്ഷിക്ക് അങ്ങോട്ട് അയച്ച് ഇതൊരു പ്രശ്നമാക്കി വിപ്ലവമാക്കാൻ ശ്രമിക്കുന്ന രേണുസുതി കാരണം ആ വീട് നഷ്ടപ്പെടുന്നത് ആരുമില്ലാത്ത ആ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്കാണ്. ആ ഒരു കുട്ടിക്കാണ് ഈ ഒരു വീട് നഷ്ടപ്പെടുന്നത്. രേണുസുതിയുടെ മകൻ ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ കൊച്ചിന് സമ്പാദ്യം ഉണ്ടാകും. പക്ഷെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുട്ടിക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നത്. ആ ചെറുക്കനെങ്കിലും അത് മനസ്സിലാക്കിയാൽ മതി. അമ്മയെന്ന് വിളിച്ച് ഇവളുടെ പിന്നാലെ നടക്കാതെ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി ആ ബിഷപ്പിനെ വിളിച്ച് സംസാരിച്ച് കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഈ ഒരു വിഷയം ഇല്ലാതാക്കാൻ നോക്കേണ്ടതിന് പകരം ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഉള്ളതും കൂടെ ഇല്ലാതാവത്തേ ഉള്ളൂ ചെറുക്കാൻ. നിനക്ക് കിട്ടിയ മുതൽ നഷ്ടപ്പെടാതെ നോക്കുന്നതല്ലേ ഏറ്റവും ഉചിതം. ആ ബിഷപ്പിനോട് ഒരു മാപ്പും പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം അത് തീർക്കാതെ ഇത്രയധികം കൊണ്ടു നടക്കാണ്. അതും ബിന്ദു അമ്മണിയെ പോലെ ഒരു സ്ത്രീയെ കൂട്ടുപിടിച്ചുകൊണ്ട്. എന്തായാലും ബിഷപ്പിന് ഇത് ആവശ്യമായിരുന്നു. ഒന്ന് കയറി കിടക്കാനിടയില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. 1-2 പേർക്കെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? ഇനിയിപ്പോ ഇതും പറഞ്ഞ് ബിഷപ്പ് കോടതി കയറണ്ടേ? ഇനിയിപ്പോ ഇതിന്റെ പിന്നാലെ ബിഷപ്പ് നടക്കണ്ടേ? എന്തിന്? ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ, ഒരു വ്യക്തിയെ സഹായിച്ചതിന്റെ പേരിൽ. സത്യം പറഞ്ഞാൽ 24 കാരണമാണ് ബിഷപ്പ് ഇങ്ങനെ ഒരു കുരുക്കിലേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ടും 24 എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? ഈ 24 ഒക്കെ ഇടപെട്ട് വേണം ഈ ഒരു പ്രശ്നം ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ബിഷപ്പിനെ ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം 24 തന്നെയാണ്.